അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 4ാം ക്ലാസ്സിലെ അഖീദ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് കേൾക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നുള്ളതാണ്. അള്ളാഹുവിന് ജായിസായ സിഫത്ത്. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചിട്ട് രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്നാം പാഠത്തില് അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠത്തിലും പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹുവിനോട് ഈ ജായിസായ സിഫത്ത് അതിനോട് മാച്ചായത് പേജ് നമ്പർ 4 പറയുന്നുണ്ട്. ഒരു ജായിസായ സിഫത്ത് ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് 1. അള്ളാഹുവിനെ ചിലപ്പോൾ അള്ളാഹുവിന് വാജിബായ സിഫത്തിൽ എത്ര ചോദിച്ചാൽ എത്ര പറയേണ്ടത്? 20. മുസ്തഹിലായ സിഫത്ത് 20, ജായിസായ സിഫത്ത് 1. അതും 3 നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. രണ്ടാമത്തെ അള്ളാഹു എന്നെന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എവിടെ നിന്ന് ഏത് പാഠത്തിലാണ് ആ ചോദ്യം എന്ന് നോക്കാമല്ലോ. പാഠത്തിലെ ഒരു വരിയാണിത്. പാഠം 1 4ാമത്തെ പേജ് മറിക്കും. അതിന് 3ാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ കാരണം പാഠപുസ്തകം നന്നായിട്ട് വായിക്കണം. പാഠത്തിന്റെ തെതിരിഭാഗത്ത് മാത്രം പഠിച്ചാൽ പോരാ, പാഠത്തിൽ നിന്ന് എവിടെ എന്ന് ചോദ്യങ്ങൾ വരാം. 3 അള്ളാഹുവിന് തുല്യമായ, അള്ളാഹുവിനോട് തുല്യമായ, അതിനോട് യോജിക്കുന്നത് ഒരു വസ്തുവും ഇല്ല. അതും 4ാം പേജ് കൊടുത്തിട്ടുണ്ട്. വാജിബായ സിഫത്തുകൾ. 4ാമത്തെ ചോദ്യം വാജിബായ സിഫത്തുകൾ. വാജിബായ സിഫത്ത് അവിടെ ഉണ്ടാവൽ അനിവാര്യമായത്, അതാണ് അതിന്റെ അർത്ഥം. അതും 4ാമത്തെ പേജിലുണ്ട്. വാജിബായ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ അനിവാര്യമായത്. 5ാമത്തെ മുസ്തഹീലായ സിഫത്തുകൾ. അത് 4ാം പാഠത്തിൽ 4ാമത്തെ പേജിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഉണ്ടാവാൻ പാടില്ലാത്തത്. 5ാമത്തെ ചോദ്യം മുസ്തഹീലായ സിഫത്തുകൾ. അത് നമ്മൾ പറഞ്ഞു. 6ാമത്തെ ചോദ്യം ഖിയാമ ബിൻ നഫ്സി. ഖിയാമ ബിൻ നഫ്സി എന്നുള്ള ചോദ്യം അത് വന്നിരിക്കുന്നത് അതും 4ാം പേജിൽ നിന്നാണ്. സ്വയം നിലനിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഉത്തരം സ്വയം നിലനിൽക്കുക. ഈ 2ാമത്തെ ചോദ്യം പൂർത്തിയാക്കാം. ഒരു വരിന്റെ പകുതി ഉണ്ട്, പകുതി മിസ്സായിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം നിങ്ങൾ പൂരിപ്പിക്കണം. അള്ളാഹുവിന് മറ്റൊന്നിനെയും അത് 4ാം പേജിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ആശ്രയിക്കേണ്ടതില്ല എന്ന് അവിടെ എഴുതി കൊടുക്കണം. 2 അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അത് എവിടെ കൊടുത്തിട്ടുള്ളത്? പാഠം 4 അഥവാ 8ാമത്തെ പേജ്. 8ാമത്തെ പേജ് മറിക്കില്ല. 8ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. 8ാമത്തെ പേജില് 1ാമത്തെ വരുടെ അവസാനം കാണാം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ്. അവിടെ ഇനി നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അറിയുന്നവനുമാണ്. 3ാമത്തെ ചോദ്യം അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും. അതും 8ാമത്തെ പേജിലുണ്ട്. അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല.
നാലാമത്തെ ചോദ്യം, അള്ളാഹു മാത്രമാണ് ആരാധനക്ക്. അത് നാലാമത്തെ പേജിൽ അതിന്റെ ഉത്തരമുണ്ട്. നാലാമത്തെ പേജിൽ രണ്ടാമത്തെ വരി, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത്, പാഠത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ പാഠം നന്നായിട്ട് 2-3 പ്രാവശ്യം വായിച്ചിട്ടാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, അർത്ഥം ഏത്? ആലിമൻ. ആലിമിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആലിമിന്റെ അർത്ഥം എന്താണ്? എവിടെ ആലിമിനെ കുറിച്ച് പറയുന്നത്? 8-ാമത്തെ പേജിൽ. അറിയുന്നവൻ. 2 ഹയ്യ്, അതും 8-ാം പേജിലുണ്ട്, ജീവിച്ചിരിക്കുന്നവൻ. 3 സമീഅ്, കേൾക്കുന്നവൻ. 4 മുത്തക്കല്ലിം, സംസാരിക്കുന്നവൻ. അതൊക്കെ 8-ാം പാഠത്തിൽ 8-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. 5 മുരീദ്, അതും 8-ാം പേജിലുണ്ട്, ഉദ്ദേശിക്കുന്നവൻ. 6 ഖാദിറുൻ, കഴിയുന്നവൻ, കഴിവുള്ളവൻ. അതും 8-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4-ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. അള്ളാഹുവിന് ജായിസ സിഫത്ത് ഏതാണ്? അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? 1-ാമത്തെ പാഠത്തില് 8-ാമത്തെ പേജിൽ, ഉണ്ടാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താണ്. ഇനി 2-ാമത്തെ ചോദ്യം, നമ്മുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അത് പാഠം 2-ല് 6-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിൻ്റെത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അതാണ് അതിന്റെ ഉത്തരം. 5-ാമത്തത്, സിഫത്തുകളുടെ വിപരീതം എഴുതുക. 1 കൗനു മുരീദൻ. കൗനു മുരീദൻ എന്നുള്ളതിന്റെ വിപരീതം നമ്മൾ എഴുതണം. വിപരീതം എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എഴുതുക. അതിന് നേരെ വിപരീതം കൊടുത്തിട്ടുണ്ട്. കൗനു മുരീദൻ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനു കാരിഹൻ, ഉദ്ദേശം ഇല്ലാത്തവനാവൽ. ഈ കൗനു മുത്തക്കല്ലിം, അതിന്റെ വിപരീതം കൗനു അബുക്കമ, സംസാരമില്ലാത്തവനാവൽ. കൗനു ഖാദിറൻ, അതിന്റെ വിപരീതം കൗനു ആജിസൻ. ഇത് പേജ് നമ്പർ 11-ൽ പറയുന്നുണ്ട്, പാഠം 4-ല്. 4-ാമത്തെ കൗനു അസമ്മ. കൗനു അസമ്മ, അതിന്റെ വിപരീതം കൗനു സമീൻ. നേരെ ഓപ്പോസിറ്റാ ചോദിച്ചിട്ടുള്ളത്. കൗനു അസമിന്റെ വിപരീതം കൗനു സമീൻ, കേൾക്കുന്നവൻ ആവുക. 6-ാമത്തത്, ശരിയായവ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാം. ബക്കാ. ബക്കാന്റെ 2 അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ അർത്ഥം പൊതുതാവലുണ്ട്, അന്ത്യമില്ലാതിരിക്കുക. അതില് ബക്കാന്റെ അർത്ഥം അന്ത്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഖിദമിന്റെ അർത്ഥം തുടക്കം ഇല്ലാതിരിക്കൽ. ബസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാഴ്ച. ഇൽമ് എന്ന് പറഞ്ഞ അറിവ്, കുദറത്ത്, കഴിവ്. മോഡലിലാണ് നാളത്തെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് 4 പാഠങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് പോകണം. പിന്നെ 9-ാമത്തെ പേജിൽ ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കാം. പിന്നെ ഓരോ പാഠം ഇമ്പോർട്ടൻ്റ്, 4 പാഠങ്ങൾ നന്നായിട്ട് വായിച്ചു പോവുക എന്നാണ് ഒന്നും കൂടി പറയാനുള്ളത്. ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാം.
പിന്നെ 12-ാമത്തെ പേജിൽ ഒരു ബോക്സിൽ കൊടുത്തിന് ഫീല് കൊല്ലി മുമ്പിനെ ഔത്തറക്കും, അതും വരാൻ സാധ്യതയുള്ളതാണ്. അതും അതിന്റെ അർത്ഥം ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതൊക്കെ പഠിച്ചിട്ട് പിന്നെ ഓരോ പാഠത്തെ തിരുവാത്ത് പഠിക്കണം, പാഠം വായിക്കണം. എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.